അബ്രഹാം പോവുകയാണ്. പോകുമ്പോൾ ലോത്തും കൂടെ ഉണ്ട്. ആരുണ്ട്? ലോത്തുണ്ട്. ഉറക്കെ പറഞ്ഞേ, ലോത്തുണ്ട്. ശ്രദ്ധിച്ചിരിക്കണേ, ലോത്തുണ്ട്. അപ്പോൾ ഈ ലോത്തിൻ്റെ ഇടയന്മാരും അബ്രഹാമിൻ്റെ ഇടയന്മാരും തമ്മിൽ എന്തുണ്ടായി? വഴക്കുണ്ടായി. നമ്മുടെ നാട്ടിൽ ഇടയന്മാരില്ലെങ്കിലും പലപ്പോഴും വീട്ടിൽ വഴക്കുണ്ടായി. ചേട്ടന്മാരും അനിയന്മാരും ഒന്നിച്ച് താമസിക്കും. പിള്ളേർ വഴക്കാണ്. പിള്ളേരുണ്ടാകുന്നിടം വരെ ഒന്നിച്ച് താമസിക്കും. പിള്ളേർ വഴക്ക് പിന്നെ ആരുടെ വഴക്കാകും? വലിയയുടെ വഴക്കാകും. ഇത് തന്നെയാണ് എല്ലായിടത്തും. ഏതായാലും വഴക്ക് കുറച്ച് കഴിയുമ്പോൾ ആരുടെ വലിയ വിഷയമാകും? വലിയയുടെ വിഷയമാകും. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ വഴക്കുണ്ടായി. ലോത്തിൻ്റെ ഇടയന്മാരും അബ്രഹാമിൻ്റെ ഇടയന്മാരും കൂടെ വഴക്കുണ്ടായി. നമ്മുടെ വീട്ടിൽ ഇടയന്മാരില്ല, പക്ഷേ ആരുണ്ട്? പിള്ളേരുണ്ട്. പിള്ളേർ വഴക്കാണ് വലിയൊരു വഴക്ക്. ശരിയാണല്ലോ അല്ലേ? അപ്പം ഏതായാലും കാലം മുമ്പോട്ട് പോയപ്പോൾ ഇങ്ങനെ വഴക്കുണ്ടായി. അപ്പോൾ അബ്രഹാം ഒരു സ്റ്റാൻഡ് എടുത്തു. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നിനക്ക് ഇഷ്ടമുള്ള എടുത്തു, നീ എടുത്തിട്ട് എനിക്ക് ബാക്കി മതി. അബ്രഹാം എന്തോ ഉണ്ടാക്കിയില്ല, വഴക്കിന് നിന്നില്ല. വഴക്കുണ്ടാക്കാനാണെങ്കിൽ അബ്രഹാമിന് വഴക്കുണ്ടാക്കാം. കാരണം അബ്രഹാമിൻ്റെ വീട്ടിൽ എത്ര അഭ്യാസികളുണ്ടായിരുന്നു? 318 അഭ്യാസം ഉണ്ട്. അപ്പോൾ ഈ വഴക്കിൽ അബ്രഹാമേ ജയിക്കത്തുള്ളൂ. പക്ഷേ ഈ അഭ്യാസികളൊക്കെ ഉണ്ടായിട്ട് അഭ്യാസം കാണിക്കാൻ ആര് പോയില്ല? അബ്രഹാം പോയില്ല. അബ്രഹാം മാറി നടന്നു. അതുകൊണ്ട് ദൈവം അബ്രഹാമിൻ്റെ അനുഗ്രഹം കൊടുത്തു. ശ്രദ്ധിച്ചോണേ, ഇന്ന് വേറൊരു വലിയ സംഭവം വ്യാപരിക്കുക. അതെന്താണെന്നറിയാമോ? വഴക്കിൻ്റെ ഒരു ആത്മാവ്. വഴക്കാണ് എല്ലായിടത്തും. റോഡിൽ കൂടെ നടക്കാനൊക്കെ ഇല്ല, റോഡിൽ നടന്നാൽ വഴക്കാണ്. അത് ബന്ധാണേ പറയുകയും വേണ്ട. ഹർത്താൽ നടന്നാൽ വെട്ടിക്കൊല്ലും, കുത്തിക്കൊല്ലും, അടിച്ചു കൊല്ലും, കല്ലെറിയും. ഇതൊരു വഴക്കിൻ്റെ ആത്മാവാണ്. ഗദ്രദേശത്തെ ഭൂതരകസൻ ആരും റോഡിൽ കൂടെ എന്ത് ചെയ്യത്തില്ല, നടത്തത്തില്ല. ആ ഭൂതമാണ് ഇപ്പം കേരളത്തിൽ കയറിയേക്കുന്നത്. കാരണം റോഡിൽ കൂടെ ആരും എന്ത് ചെയ്യണ്ട, നടക്കണ്ട. റോഡിൽ നമ്മൾ ടാക്സ് അടച്ചാണ്, ലൈഫ് ടാക്സ് അടച്ചേക്കുന്നത് 15 വർഷത്തേക്ക്. പക്ഷേ ടാക്സ് അടച്ചിട്ട് കാര്യമില്ല. എവിടെ ഇറക്കണ്ട? റോഡിൽ ഇറക്കേണ്ട. റോഡിൽ കൂടെ നടത്തത്തില്ല. അത് തന്നെയായിരുന്നു കർത്താവിൻ്റെ സമയത്ത് ഒരുത്തൻ ആരെ അതുവഴി വഴി നടത്താത്തൊരു പിശാച്. ആ പിശാച് കയറി റോഡിൽ കൂടെ നടത്തത്തില്ല. പിന്നെ വേറൊരു സ്പിരിറ്റ് ഉണ്ടേ, വഴിയെ പോകുമ്പോൾ ചുമ്മാതാണ് വണ്ടിയുമായിട്ടൊക്കെ ഉരസുകയും വഴക്കുണ്ടാക്കുന്നത്. ഒന്നില്ലേ, ഒരുത്തൻ ഓവർടേക്ക് ചെയ്ത് വരുന്നു. ഓവർടേക്ക് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഇടത്തൂടെ കയറി വരും. ഞാൻ എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്നറിയാം, ഈ വണ്ടിയായിരിക്കുന്ന ആൻറ്റിമാർ, ഇവർ നമ്മളൊക്കെ മാന്യരാന്ന് ഒന്നുമല്ല. അച്ഛാ കയറ്റിവിടരുതേ അച്ഛാ, കയറ്റിവിടരുത് അച്ഛാ. കളം മൂപ്പിക്കുന്ന ആ ചേച്ചിമാരുണ്ട്. ഒതുക്കി കൊടുത്തിട്ടുണ്ടല്ലോ. അവൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മളിങ്ങോട്ടൊന്ന് ഒതുക്കി കൊടുക്കുമ്പോൾ അവൻ ചെന്ന് കുഴിച്ചാടും. നമുക്കൊരു സന്തോഷം. അപ്പം നിങ്ങൾ വ്യാപരിച്ചത് ഒരു വഴക്കിൻ്റെ ആത്മാവ്. അവൻ അന്ന് ഒതുങ്ങിയപ്പോൾ അവൻ ചിലപ്പം ചെറുക്കന നല്ല കഞ്ചാവെല്ലാം ഉണ്ടല്ലോ, അവൻ കുറുകിയിട്ടിട്ട് അടിച്ച് ശരിയാക്കും. അപ്പം ഈ ചേച്ചിയുടെ സോക്കേട് നിൽക്കും, എൻ്റെ ചേട്ടനെ തല്ലല്ലേ എന്ന് പറയും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഒരു കാരണവശാലും വഴിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, വഴക്കുണ്ടാക്കാം. വഴി വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? വഴക്ക്. അതാണ് ഇന്ന് പിള്ളേരോടൊക്കെ നമുക്കൊന്ന് സംസാരിക്കുമോ? ബൈക്കിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റിയേ. ഞാനിങ്ങനെ കാറിൽ പോകുമ്പോൾ എൻ്റെ നാട്ടിൽ വെച്ച് കുറച്ച് പെട്ടെന്ന് ഇങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ക്രോസ് ഇട്ട് ഒതുക്കി. അപ്പോൾ ഞാൻ ചവിട്ടിയില്ലായിരുന്നു, അവനെ ഇടിച്ചേനെ. അപ്പോൾ ഞാൻ വണ്ടി എടുത്തു. എനിക്കറിയാം പിള്ളേരൊക്കെ, അവൻ്റെ അപ്പനമ്മമാരൊക്കെ ആയിട്ട് നമുക്ക് എന്തും ബന്ധമാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, ഞാനാണെങ്കിൽ മക്കളെ എന്നേ വിളിക്കത്തുള്ളൂ. എൻ്റെ മക്കളെ, ഇപ്പം ഞാൻ ചവിട്ടിയില്ലായിരുന്നു, ഇടിച്ചോണല്ലോടാ, നീ ഒന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയണ്ടാന്ന് ചോദിച്ചു. ഇവൻ ബൈക്ക് നേരെ ക്രോസ് ചെയ്തിട്ട് വെച്ചിട്ട് ചോദിച്ചു, എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? ഞങ്ങളെന്താ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. കേട്ടല്ലോ, തോന്നിയതാ മക്കളെ. എന്നാൽ പോക്കട്ടെ, ശരി മക്കളെ. കാരണം എനിക്ക് തോന്നില്ല പോണേ. ഇവരോട് വഴക്കടിച്ചിട്ട് നമുക്ക് ഒത്തിരി നഷ്ടപ്പെടാറുണ്ട്. ഇവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം നിത്യത നഷ്ടപ്പെട്ട് കിടക്കുന്നവർ വഴക്കുണ്ടാക്കാൻ വരുമ്പോൾ ഉണ്ടല്ലോ, നിത്യത നഷ്ടപ്പെടാതിരിക്കേണ്ടവർ വഴക്കുണ്ടാക്കാൻ പോവല്ലേ, തിരിഞ്ഞു നടന്നോണം. സ്വതന്ത്രം ചെയ്തേ. ഈ വഴക്കിൻ്റെ ഒരു ശക്തി എൻ്റെ അപ്പ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ പണ്ടേ കൊണ്ട് നിരത്തിൽ, കേരളത്തിലത് കൂടുതലാണ്. വെളിം രാജ്യങ്ങളൊക്കെയാണ് എവിടെയെങ്കിലുമൊക്കെ തട്ടും മുട്ടൊക്കെ ചെയ്യുന്ന ഇറങ്ങി വന്നിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ തരും. ഇവിടെ അല്ല, പടപ്പനെ എന്ത് വരും, അടിയുടെ ഒരു ആത്മാവാണ്. അതാണ് ഈ വഴക്ക്. ഒരു കാര്യമില്ല, ചുമ്മാ വന്ന് എന്ത് ചെയ്യുക, അടിച്ചിട്ട് തിരക്കത്തുള്ളൂ. എന്തോ പറ്റിയത്? അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അത് ഇവിടുത്തെ ഒരു പ്രശ്നമാണ്. വടക്ക് ഈ കേരളം എന്തിനാ അടിച്ചേ? വണ്ടി ഓടിച്ച് അടിക്കണം, വേണ്ട, അടിക്കുക. ഒരു വഴക്കിൻ്റെ ആത്മാവാണ്. ഒഴിഞ്ഞു നടന്നോണേ, പ്രാർത്ഥിച്ച് ജയിച്ചോണേ. ഒരു മനുഷ്യനോട് ജഡത്തിൽ പോരാടാൻ പോകല്ലേ. കാരണം അവൻ്റെ അകത്തിരിക്കുന്ന ഒരു ആത്മാവാണ് അവനെയും കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിനോടൊന്നും. അപ്പോൾ എൻ്റെ അപ്പ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒന്ന് വലിയൊരു ബസ്സേ പോകുന്ന ഒരു ഡ്രൈവർ, ആ പുള്ളിക്കാരൻ്റെ ഒരു വലിയ രസമുള്ളൊരു കാര്യമായിരുന്നു. നല്ല വെളുത്ത ഷർട്ടും മുണ്ടൊക്കെ കൊടുത്ത് ഒരു അച്ഛൻ നിന്നാൽ ചള്ളയടിപ്പിക്കും. ഈ ആലപ്പുറത്തിരിക്കുന്ന പാപ്പാന് പട്ടിയെ പേടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി കൊണ്ട് പോയിട്ട് ഒറ്റ ചള്ളയടിപ്പിച്ചിട്ട് പുള്ളി ചിരിച്ചുകൊണ്ട് അങ്ങ് പോകും. അങ്ങനെ ഒരു അച്ചായനെ ചള്ളയടിപ്പിച്ചു. അയാളെ കണ്ട് കല്യാണത്തിന് പോകുമായിരുന്നു. അയാളെന്തോ എന്നറിയാമോ, മുണ്ടും മടയും കയ്യിലും കൊടുത്ത് തിരിച്ചു നിന്നു. കല്യാണത്തിനൊന്നും പോകുന്നില്ലെന്ന് വെച്ചു. ഇങ്ങനെ തിരിച്ചു വന്നപ്പം കൈ കാണിച്ച് നിർത്തി, കയ്യിൽ വണ്ടി നിർത്തി. വെള്ളമെടുത്തു, വെള്ളച്ചട്ടം മുണ്ടും മാറിയില്ലേ, കയ്യിലേക്ക് കൊടുത്ത് നിൽക്കുക. അയാൾ കണ്ടു നിർത്തി.
അയാളുടെ ഒരു കാലം കൂടെ ഉണ്ടായിരുന്നു, ഒറ്റ കുത്ത് വെച്ച് കൊടുത്തു, കണ്ണ് പൊട്ടിപ്പോയി. ഇപ്പോഴും ആ സ്ഥലം അറിയപ്പെടുന്നത് കണ്ണ് കുത്തിപ്പടിയുന്ന. എന്ത് പറ്റി കിടക്കം കണ്ടുള്ളൊരു സ്ഥലമാണ് എൻ്റെ അപ്പാണ്ട് പറഞ്ഞിട്ടുള്ളത്, കണ്ണ് കുത്തിപ്പടി. എന്താ കാര്യം എന്നറിയാമോ? ഒരാത്മാവ് വ്യാപരിക്കുന്നത്. പക്ഷേ അബ്രഹാം എന്തിനു നിന്നില്ല? വഴക്കിന് നിന്നില്ല. അതുകൊണ്ട് കർത്താവ് ലോത്തൊക്കെ സോതോമിലോട്ട് പോയി, നീ സോതോം വരെ കൂടാരം നീട്ടിയടിച്ച് പോയി. പക്ഷേ അബ്രഹാം തിരിഞ്ഞ് ഒതുങ്ങി കർത്താവിനെടുക്കുക വന്നപ്പം കർത്താവ് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, നീ വഴക്കുണ്ടാക്കിയില്ലോ, ഞാൻ നിന്നെ ഒരു കാര്യം കാണിക്കാം, കണ്ടോ, നീ കണ്ണ് തുറന്ന് നോക്കിക്കേ, ഈ ദേശം എല്ലാം കണ്ടു, ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാൻ പോവുക. ഒരു കാര്യം ഓർത്തോണേ, വഴക്കിൽ നിന്ന് മാറി നിന്നാൽ വാഗ്ദത്തം കിട്ടും. വഴക്കുണ്ടാക്കുന്ന കുടുംബങ്ങൾക്ക് എന്ത് നഷ്ടപ്പെടും? വാഗ്ദത്തം പോവും. അത് വഴക്ക് പല രീതി വരും. അമ്മായിമ്മയും മരുമകളുമായിട്ട് വഴക്ക്, നാത്തൂനുമായിട്ട് വഴക്ക്. ഇനി ആരെയും കിട്ടിയില്ലേ നമ്മളും പട്ടിയുമായിട്ട് വഴക്കുണ്ടാക്കും. പട്ടിക്കിട്ട് ഒരു തൊഴി വെച്ച് കൊടുത്തു, പട്ടി ഒരു കടിയും വെച്ച് കൊടുത്തു. അവസാനം ആ പട്ടിയെ വെട്ടിക്കൊന്നു. നടന്നതോടി പിള്ളേരെല്ലാം സമരമായി. കാരണം പിള്ളേരുടെ ഏറ്റവും വലിയ സന്തോഷമാണെന്ത്? പട്ടി തീർന്നല്ലോ, ഒരു കാര്യമില്ലാതായി കയറി വരുന്നത്. അപ്പോൾ വഴക്കുണ്ടാക്കാതിരുന്നാൽ വാഗ്ദത്തം കിട്ടും. വാഗ്ദത്തം വേണോ? വഴക്കുണ്ടാക്കണം. വാഗ്ദത്തം വേണോ? വഴക്ക് വേണോ? വഴക്ക് മതിയെന്ന് പറയുന്ന എല്ലാവരും ഒന്ന് സ്വതന്ത്രം ചെയ്തേ. കണ്ടോ, മിണ്ടിയില്ല. മതി, വഴക്ക് വേണ്ടായല്ലോ. വഴക്കുണ്ടായ അപ്പോൾ എന്തോ പോവും? വാഗ്ദത്തം പോവും. വാഗ്ദത്തം കിട്ടണമെങ്കിൽ വഴക്കുണ്ടാക്കരുത്. വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, ചെറിയ കാര്യങ്ങളാണെങ്കിലും രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ. ആരോട് എന്തുണ്ടാക്കരുത്? വഴക്കുണ്ടാക്കരുത്. മനസ്സിലാകുന്നുണ്ടല്ലോ? വഴക്കുണ്ടാക്കുക അത് പല രീതി വരും. ഞങ്ങൾ ഈ സൺഡേ സ്കൂളും PYP ഒക്കെ ഞങ്ങളെന്തോ YPC ഞാനിതിൻ്റെ ഒരു യൂത്തിൻ്റെ ആളൂടാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും രസം, ഇന്ന് വരെ ഒരു കൊച്ചും കൂടെ ഈ പാടാൻ വന്നിട്ട് സമ്മാനം കിട്ടാത്തതിൻ്റെ പേരിൽ 2 കൊച്ചുങ്ങൾ വഴക്കുണ്ടാക്കി ഇന്ന് വരെ എൻ്റെ അടുക്ക് വന്നിട്ടില്ല. കൊച്ചുങ്ങൾ കെട്ടിപ്പിടിച്ച് വർത്തമാനം പറഞ്ഞിട്ട് പോകും. പക്ഷേ ഇതുങ്ങളുടെ 2ൻ്റെയും അമ്മമാരിങ്ങി വരും. ജഡ്ജസ് പാർഷ്യാലിറ്റി കാണിക്കാം ഉറഞ്ഞു തുള്ളുവല്ലേ. ഞാൻ പറഞ്ഞ അമ്മച്ചി അടുത്ത വർഷമാട്ടെ, വേണ്ട ഈ വർഷമാട്ടെ. ഉയ്യോ എൻ്റെ പൊന്നെ, ഒരു കാര്യം ഓർത്തോണേ, അന്നേരം ഇവർ വ്യാപരിക്കുന്ന ആത്മാവെന്താ? വഴക്കിൻ്റെ ആത്മാവാണ്. അതറിയത്തില്ല, വേറെ ആത്മാവും കയറുക. സത്യമായിട്ടും ഒരു കാരണവശാലും ഈ വർഷം കിട്ടിയില്ല, അടുത്ത വർഷം കിട്ടത്തില്ലേ. അല്ല പിന്നെ ഇത് കിട്ടിയ അങ്ങ് IAS ആകുമോ? IAS ആകുമോ? 2 വർഷം കഴിയുമ്പോൾ ഇത് എവിടെയെങ്കിലും കളഞ്ഞു കൂവി അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റൊക്കെ അവിടെയൊക്കെ ഇരിക്കത്തല്ലേ ഉള്ളൂ. എത്ര പേരാണ് ഇതൊക്കെ പാത്ത് വെക്കുന്നത്. ഇതൊക്കെ അന്നേരത്തെ ഒരു സന്തോഷം. പക്ഷേ ഇതിൻ്റെ പേരിൽ എന്തോ ഉണ്ട്? നിത്യത നഷ്ടപ്പെടരുത്. ഇതിൻ്റെ പേരിലാണ് പലപ്പോഴും എന്ത് പോകുന്നത്? നിത്യത പോകുന്നത്. കർത്താവേ, എനിക്ക് പോകാൻ നിത്യതയാണ്, അതുകൊണ്ട് നിത്യത പോകണ്ട. ദൈവമേ, ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വലിയ നഷ്ടങ്ങൾ വരുത്തി വെക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം. നോക്കൂ, അതാണ് 13-ാം അധ്യായം. വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. അപ്പം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് എന്ത് തരാം? നിൻ്റെ സന്തതിയെ ഞാൻ ഈ ഭൂമിയിലെ പൊടി പോലെ. അപ്പം വഴക്കുണ്ടാക്കാതിരുന്ന എന്തോ കിട്ടും? വാഗ്ദത്തം കിട്ടും. ഏത് കുടുംബം പഠിപ്പിച്ചു? അബ്രഹാമിൻ്റെ കുടുംബം. 14-ാം അധ്യായത്തിൽ വീണ്ടും ഒരു സാധ്യത. ലോത്തിനെ തട്ടിക്കൊണ്ടുപോയി രാജാക്കന്മാർ. പക്ഷേ അബ്രഹാം എന്ത് ചെയ്യുന്നറിയാമോ? പുറകെ പോയി അവനെ നേടിയെടുത്തു. അപ്പം ശത്രുവിനെ സ്നേഹിക്കാൻ ആര് പഠിപ്പിച്ചു? ദൈവം പഠിപ്പിച്ചു. തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം തന്നെ അനുഗ്രഹിച്ചു. തിരിച്ചു വന്നപ്പം 14-ാം അധ്യായം മൽക്കീസേദെക്ക് എതിരേറ്റ് വന്നു. അബ്രഹാം സകലത്തിലും മൽക്കീസേദെക്കിന് എന്ത് കൊടുത്തു? ദശാംശം കൊടുത്തു. ഉറക്കം പറഞ്ഞേ, ദശാംശം കൊടുത്തു. 24-ാമത് അധ്യായം. അബ്രഹാം വയസ്സെന്നും വൃദ്ധനായി. ദൈവം അബ്രഹാമിനെ സകലത്തിലും എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. അപ്പോൾ കുടുംബങ്ങളെ സകലത്തിലും അനുഗ്രഹിക്കപ്പെടണം. ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത് കൊടുക്കണം? സകലത്തിലും ദശാംശം. ആമേൻ പറയാവുന്നവരൊക്കെ ആമേൻ പറഞ്ഞേ. കണ്ടോ, പറഞ്ഞില്ല, നല്ലപോലെ പറയാം. ആമേൻ. സകലത്തിലും ദശാംശം കൊടുത്താൽ എന്ത് കിട്ടും? സകലത്തിലും ദശാംശം കൊടുത്താൽ 24-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വൈറ്റിപ്പോൾ ഒന്ന് നോക്കിയാൽ മതി. 24:1 സകലത്തിലും എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. യഹോവ അബ്രഹാമിനെ സകലത്തിൽ എന്ത് ചെയ്തു? അനുഗ്രഹം. അപ്പോൾ സകലത്തിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ സകലത്തിൽ എന്ത് കൊടുക്കണം? ദശാംശം കൊടുക്കും. ആര് പഠിപ്പിച്ചു? അബ്രഹാം പഠിപ്പിച്ചു. അബ്രഹാം 15-ാം അധ്യായത്തിൽ വന്നപ്പോഴത്തേന് അബ്രഹാമിനെ വീണ്ടും ദൈവം അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ യാഗം കഴിക്കുന്നു. 16-ാം അധ്യായം വിസ്തരിക്കാൻ സമയമില്ല. 16-ാം അധ്യായത്തിൽ അപ്പോൾ 85 വയസ്സ്. 16-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ കാണുന്നു 86. 15-ാം അധ്യായം തുടങ്ങുമ്പോൾ എത്ര വയസ്സായിരിക്കണം? 85. ഇസ്മായിൽ ജനിച്ചു കഴിഞ്ഞാണ് 86. അപ്പം സാറയ്ക്ക് മക്കളുണ്ടായില്ല. അപ്പോൾ ഒരു മക്കൾ വേണമെന്നുള്ളൊരാഗ്രഹം അപ്പനെക്കാട്ടും കൂടുതൽ ആർക്കുണ്ട്? അമ്മയ്ക്കുണ്ട്. അതൊരു പരമാർത്ഥമാണ്. കാരണം ഒരു അമ്മ ജനിക്കുമ്പോഴേ, ഒരു പെൺകുട്ടി ജനിക്കുമ്പോഴേ അമ്മയാകാനുള്ളൊരാഗ്രഹം പെൺകുട്ടിക്കുണ്ട്. നമുക്കതറിയാം. 2 ആൺപിള്ളേരും
ഒരു പെണ്ണും വീട്ടിലുണ്ടെന്ന് വെച്ചോ, ആൺപിള്ളേർ വഴക്കാളികളായിരിക്കും, ആൺപിള്ളേർ പിന്നെ ഇങ്ങനെ ഒരു വൈബ്രൻറ്റ് സ്വഭാവക്കാരായിരിക്കും. പെൺകുട്ടി അപ്പോൾ എന്തോ ചെയ്യുന്നറിയാമോ, ഒരു പാവ എടുത്തിട്ട് പൊട്ട് കൊട്ടിട്ട് കളിക്കും. പണ്ടത്തെ പെൺകുട്ടി. ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം ആണും പെണ്ണും എല്ലാം കമ്പ്യൂട്ടറിന് കീഴിലായതുകൊണ്ട് ഇവർക്ക് ഇങ്ങനത്തെ ഇതൊന്നും ഇല്ല. എന്നാലും അല്ലെങ്കിൽ എന്തോ ചെയ്യും, ഒരു പാവ എടുത്തിട്ട് കളിപ്പിക്കും. ഞാൻ അമ്മ, നീ കുട്ടി, ബാബു. പിന്നെ അല്ലെങ്കിൽ കഞ്ഞിയും കറിയും കളിക്കും. കഞ്ഞിയും കറിയും കളിക്കുമ്പോൾ അവൾ ചെയ്യുന്ന എന്തോ ചെയ്യുന്നറിയാവോ, ആൺപിള്ളേരെ എല്ലാം എടുത്തിട്ട് പറയും, ഞാൻ അമ്മ, നീ എന്താണ്, പിള്ളേരാണ്. കറിയൊക്കെ വിളമ്പുന്ന കണ്ടിട്ടില്ലേ, ഒരില ഇട്ടിട്ട് ഇത് തോരൻ, ഇതെല്ലാം വിളമ്പുന്ന എപ്പോഴും ആരായിരിക്കും, ആ പെങ്കൊച്ചായിരിക്കും. എന്താ കാര്യം, അവളൊരു അമ്മയാകുകയാണ്. അപ്പോൾ അമ്മയാകാനുള്ള ആഗ്രഹം സാറയ്ക്കുണ്ട്. അപ്പോൾ സാറ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, എനിക്ക് ആരാകണം, അമ്മയാണ്, കുഞ്ഞിനെ വേണം. പക്ഷേ എനിക്കിപ്പോൾ മക്കളാകുന്നില്ലല്ലോ, കർത്താവ് മക്കളുണ്ടാകുമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഇനി മക്കളുണ്ടാകും പറഞ്ഞ് കർത്താവ് മറന്നുപോയി കാണും. അല്ലെങ്കിൽ കർത്താവിന് ഇനി ഉണ്ടായില്ലെങ്കിൽ ആർക്ക് നാണക്കേടാണ്, കർത്താവിന് നാണക്കേടല്ലേ. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ സഹായിക്കാം. ഹാഗറിൽ ആരുണ്ടാകട്ടെ, കുഞ്ഞുണ്ടാകട്ടെ, ഞാൻ ആഗറിനെ നിനക്ക് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ആഗർ എവിടുത്തുകാരത്തിയായിരുന്നു അറിയാമോ, എവിടുത്തെ ദാസിയായിരുന്നു, മിസ്രൈമി ദാസിയായിരുന്നു. ഈ ഹാഗർ വരാൻ കാര്യം എന്നാ, 12-ാം അധ്യായത്തിൽ ഇടയ്ക്ക് ക്ഷാമം വന്നപ്പോൾ എവിടെ പോയി, മിസ്രൈമിൽ പോയി. അതുകൊണ്ട് അന്നേരം കിട്ടിയപ്പോൾ ഒരു വാലാണ് ആര്, ഹാഗാർ. എപ്പോഴും ഓർത്തണം, ഈ പിന്മാരത്തിൽ പോയാൽ നമ്മൾ തിരിച്ചു വന്നാലും അതിൻ്റെ ഒരു വാലറ്റം ജീവിതകാലം മുഴുവൻ കാണും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഇവിടെ പോകരുത്, പിന്മാരത്തിൽ നമ്മളിങ്ങനെ തിരിച്ചു വരും, നിത്യതയെ കാണും, പക്ഷേ ഈ ഭൂമിയിൽ ഒരു വാല് കൂടെ കാണും. അങ്ങനെ ഒരു വാൽ ആർക്ക് കിട്ടി, അബ്രഹാമിന് കിട്ടി. ആ വാലിൻ്റെ പേരാണെന്ത്, ഇസ്മായിൽ. ഹാഗാർ തിരിച്ചു വന്നു. ഹാഗാറിൽ ആരുണ്ടായി, കുഞ്ഞുണ്ടായി. അപ്പോൾ ഇവർ ആർക്ക് വഴി പറഞ്ഞു കൊടുത്തതാ, ദൈവത്തിന് വഴി പറഞ്ഞു. പലപ്പോഴും നമ്മളും ഇതുപോലാണ്, ദൈവത്തിന് വഴി പറഞ്ഞു, കർത്താവേ അങ്ങനെ ആയാലും ഇങ്ങനെ നടക്കും, ഇങ്ങനെ ആയാലും അങ്ങനെ നടക്കും. പക്ഷെ നമുക്ക് ദൈവത്തിന് എന്തോ വേണ്ട, നമ്മുടെ വഴികൾ വേണോ, വേണ്ട. ദൈവത്തിന് വഴികളുണ്ട്. പക്ഷേ അപ്പം ഹാഗറിൽ കുഞ്ഞുണ്ടായി. ഈ കുഞ്ഞുണ്ടായപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. എന്താണെന്നറിയാം, ഹാഗറിൻ്റെ വയറ്റിൽ ഇസ്മായിൽ കിടക്കുന്നു. അപ്പോൾ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ഇസ്മായിലിന് ഹാഗറിന് ആരെ നിന്നയായി, യജമാനത്തി. 16-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എത്രാം വാക്യം, 16-ാം അധ്യായത്തിന് 4-ാം വാക്യം. യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദിതയായി. ഞാൻ പെട്ടെന്ന് പോട്ടെ. യജമാനത്തി അവളുടെ കണ്ണിന് എന്തായി, നിന്ദിതയായി. അപ്പോൾ ഈ യജമാനത്തിയുടെ ഒരു പുച്ഛം ഉണ്ടായി. അപ്പോൾ ഈ ഇസ്മായിൽ എവിടെ കിടപ്പുണ്ട്, ഹാഗറിൻ്റെ വയറ്റിൽ കിടപ്പുണ്ട്. 21-ാം അധ്യായത്തിൽ ഇസ്മായിലുണ്ടായി, അല്ല ഇസഹാക്കുണ്ടായി. അപ്പം സാറ പറയുന്നു, ദാസിയുടെ മകൻ പരിഹാസി എന്നാര് കണ്ടു, സാറ കണ്ടിട്ട് അവരെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇറക്കി വിടും. എപ്പോഴും ഓർത്തോണം, ഈ ഹാഗർ ഇസ്മായിലിനെ വയറ്റി ഇട്ടുകൊണ്ട് സാറയെ കളിയാക്കി. അപ്പോൾ ആര് കേട്ടു, ഇസ്മായിൽ കേട്ടു. കേട്ടതെന്താ, പാട്ടൊന്നുമല്ല, സ്തോത്രമല്ല, 23-ാം സംഗീതനുമല്ല, പിന്നെ ആരെ കളിയാക്കുന്നതാ, സാറായെ കളിയാക്കുന്നത് കേട്ടു. അവനും ആരായിട്ട് മാറി, പരിഹാസിയായി. അതുകൊണ്ട് അവൻ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യേണ്ട വന്നു, ഇറങ്ങിപ്പോകേണ്ടി വന്നു. എപ്പോഴും ഓർത്തോണേ, വീട്ടിലൊരിക്കലും പരിഹസിക്കരുത്, ആരെ എന്ത് ചെയ്യാൻ പാടില്ല, പരിഹസിക്കരുത്. നമ്മുടെ വീട്ടിലെ ഒരു വലിയ കുഴപ്പമാണ്, നമ്മുടെ പിള്ളേരൊക്കെ വന്നിട്ട് പാസ്റ്ററുടെ അന്യഭാഷ അതുപോലെ കളിയാക്കുമല്ല അവനെ. ഒപ്പം നമ്മളൊക്കെ കൃപയാണ്, ആ കൃപ കണ്ട് നമ്മളും കൺകുളൊക്കെ മോൻ്റെ കലാപരിപാടി കണ്ട് ആസ്വദിക്കല്ലേ. കാരണം വീട്ടിലൊരിക്കലും ആരെയും കളിയാക്കിയാൽ എന്തോ പറ്റുമെന്നറിയാമോ, അവകാശങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും. മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. പ്രത്യേകിച്ച് മക്കളെ, ഒരു ഈ വിക്കരെ കളിയാക്കരുത്. അവൻ പറയുന്ന അതുപോലെ കാണിക്കുമ്പോൾ നമുക്ക് കളിയാക്കരുത്. മുച്ചുറുങ്ങ് ഈ ചിറിയില്ലാത്തവരെ കളിയാക്കരുത്, രോഗിയെ കളിയാക്കരുത്. എന്തോ പറ്റുന്നറിയാമോ, നിനക്കും അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആരെയും കളിയാക്കരുത്. മനസ്സിലാകുന്ന അബ്രഹാം പഠിപ്പിച്ചു. ഹാഗാർ ആ വീട്ടിൽ കളിയാക്കിയപ്പോൾ മോനും ആരായിട്ട് മാറി, പരിഹാസി. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പറയുകയാണ്, ഒരു വീട്ടിൽ ആരെയും കളിയാക്കാതിരുന്നാൽ നിന്റെ തലമുറ അവിടെ അവകാശത്തിൽ കാണും. അമ്മയും മക്കളും കൂടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്, പരിഹസിക്കരുത്. മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്ത് സിമ്പിളായിട്ട് ജീവിതം, കുടുംബം അനുഗ്രഹിക്കപ്പെടാനുള്ള ചെറിയ കാര്യങ്ങൾ. വഴക്കുണ്ടാക്കരുത്. 2 ദൈവം പഠിപ്പിച്ചൊരു കാര്യം, ആരെ എന്ത് ചെയ്യാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല. മനസ്സിലാകുന്നവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത്. അപ്പോൾ നോക്കൂ, 21-ാമത് അധ്യായത്തിൽ അതുകൊണ്ട് ആരെ മോൻ പോകേണ്ടി വന്നു. മുമ്പോട്ട് പോകട്ടെ. അബ്രഹാമിൻ്റെ കുടുംബം, അബ്രഹാമിനും മകനുണ്ടാകുന്നു. ആ മകൻ്റെ പേരാണ് ഇസഹാക്കിന് കല്യാണപ്രായം എത്തിയപ്പോൾ ആരാണ് പറഞ്ഞു വിടുന്നത്, മോന് വേണ്ടി കല്യാണം ആലോചിക്കാൻ? എലയാസറിനെ വിട്ടു. ആരെ വിട്ടു? അബ്രഹാം വിട്ടു. അങ്ങനെ പോയപ്പോൾ റിബേക്ക വരുന്നു. ഈ റിബേക്കയെ കണ്ടപ്പോൾ എലയാസറിന് ഇഷ്ടമായി. എലയാസർ ഒരു കാര്യം മനസ്സിൽ കണ്ടു, ഈ വരുന്ന പെങ്കൊച്ചിനോട് ഞാൻ എന്ത് ചോദിക്കും, എനിക്ക് ഇച്ചിരി വെള്ളം വേണമെന്ന് പറയും. അപ്പോൾ ആ വരുന്ന പെങ്കൊച്ച് പറയും, നിനക്ക് മാത്രമല്ല നിൻ്റെ ഒട്ടകത്തിനോട് ഞാൻ എന്ത് തരാം, വെള്ളം തരാം. ഒട്ടകം ഒത്തിരി വെള്ളം കുടിക്കും. അത്രയും വെള്ളം ആര് കോരിക്കൊടുത്തു? റിബേക്ക കോരിക്കൊടുത്തു. ആ പെണ്ണിനെ ആർക്ക് ഇഷ്ടമായി? എലയാസറിന് ഇഷ്ടമായി. അതുകൊണ്ട് എല്ലാ പെങ്കുഞ്ഞുങ്ങളും ഇച്ചിരി ജോലി ചെയ്ത് പഠിക്കണം. ആര് പഠിപ്പിച്ചു?
റിബേക്ക പഠിപ്പിച്ചു. കാരണം റിബേക്ക എന്ത് ചെയ്തു? ജോലി ചെയ്ത് പിള്ളേരെ ഇഷ്ടമാണ്. നമ്മുടെ എല്ലാ വീടുകളിലും പ്രശ്നം, എൻ്റെ വീട്ടിൽ പിള്ളേരെന്തോ ചെയ്യത്തില്ല, ജോലി ചെയ്യത്തില്ല. എന്നാൽ ഇച്ചിരിയൊക്കെ ജോലി ചെയ്താൽ പ്രിയരെ നല്ല വീട്ടിൽ ചെന്ന് കയറാം. ഇല്ലെങ്കിൽ ആ വീട്ടിൽ അനുഗ്രഹം ശാപം മുഴുവൻ വലിച്ചു കെട്ടും. അപ്പോൾ എന്തോ ചെയ്യണം? ജോലി ചെയ്യണം, കുറച്ച് ജോലിയൊക്കെ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ കൊച്ചു ജോലി ചെയ്യുക, ഒരു ചൂലെടുത്ത് അടിക്കുക, ഒരു പച്ചക്കറി അരിഞ്ഞു കൊടുക്കുക, എന്തെങ്കിലും. ഒന്നുമില്ലെങ്കിൽ കിടന്ന് സർ വിളിച്ചുകൊണ്ട് വന്ന് കാലം മുമ്പോട്ട് പോകുന്നു. അപ്പോൾ അവർക്ക് ഒരു 2 മക്കളുണ്ടായി. ആരൊക്കെ ഉണ്ടായി? പെട്ടെന്ന് പറഞ്ഞ്. ഇസഹാക്കിനും റിബേക്കയ്ക്ക് ഉണ്ടായ മക്കൾ ആരൊക്കെ? യാക്കോബും ഏശാവും. പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. യാക്കോബ് അടുത്ത കുടുംബം, യാക്കോബിൻ്റെ കുടുംബം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. ഈ ഇസഹാക്കിന് 2 മക്കൾ, ഏശാവും യാക്കോബും. പക്ഷേ ചെറിയ പ്രശ്നം ഈ വീട്ടിലുണ്ടായി. ഇസഹാക്കിന് ഇഷ്ടം ഏത് മോനെയായിരുന്നു? ഏശാവിനെയായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടം ആരെയായിരുന്നു? യാക്കോബിനെയായിരുന്നു. അമ്മയുടെ മൂത്ത മോൻ, അപ്പൻ്റെ മൂത്ത മോൻ, അമ്മയുടെ യാക്കോബ് അല്ലേ? ഇതാണ് നമ്മുടെ വീട്ടിലും പ്രശ്നം. അപ്പൻ്റെ മോളും അമ്മയുടെ മോനും, അപ്പൻ്റെ മോളും അമ്മയുടെ മോൻ. അത് പിന്നെ സഹിക്കാം. വേറെ കണ്ടു. അമ്മയും മക്കളും ഒറ്റക്കെട്ട്. ആരൊറ്റ? അപ്പനൊറ്റ. അതാണ് പ്രശ്നം. അതാണ് വീടിൻ്റെ പ്രശ്നം. അതൊരു അപ്പൻ അവസാനം പറയും, അമ്മയും മക്കളും എന്നാന്ന് വെച്ചാൽ കാണിക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് എന്നാ വേണ്ട പൈസ അതന്നെയല്ലേ ഉള്ളൂ, ഞാൻ തന്നേക്കാം, വഴക്കുണ്ടാക്കല്ലേ നിങ്ങൾ വെച്ചു. അമ്മയും മക്കളും ഒറ്റക്കെട്ട്, അപ്പനൊറ്റ. അല്ലെങ്കിൽ ഇങ്ങനല്ല വേണ്ടത്. ഇസാക്കിൻ്റെ വീട്ടിലെ ദുരന്തം ഇത് പഠിക്കണം. അതുകൊണ്ട് അപ്പനും അമ്മയും ഒറ്റക്കെട്ടായിരിക്കണം. ഉറക്കെ പറഞ്ഞേ, അപ്പനും അമ്മയും എന്തായിരിക്കണം? ഒറ്റക്കെട്ടായിരിക്കണം. ഈ പിള്ളേരടിക്കുന്ന ഒരൊറ്റ ഗോളും നമ്മുടെ പന്തിക്കാറല്ലേ, കോട്ടിക്കാറരുത്. അതിന് അപ്പനും അമ്മയും കൂടെ ഒറ്റ ഭൈ ആയിട്ട് നിൽക്കണം, കരം കോർത്ത് പിടിക്കണം. സകല ഇവരടിക്കുന്ന പന്തുകളും തിരിച്ചടിച്ച് കയറ്റണം, അങ്ങോട്ടൊന്നും അടിക്കരുത്. അതിന് അപ്പോൾ എന്നാ കാര്യം എന്നറിയാമോ? കൊച്ചു സ്കൂളിൽ പോയിട്ട് വന്നിട്ടിപ്പം പറഞ്ഞു, അപ്പാ അമ്മ ഞാൻ ടൂർ പോകുകയാണ്. പൊക്കോട്ടെ എന്നല്ല ചോദിക്കുന്നത്, ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് എല്ലാവരും പോവുക, ഞാനും എന്ത് ചെയ്യുക? പോവുകയാണ്. അപ്പം അമ്മ പറഞ്ഞു ഇവിടുന്ന്, അപ്പം പറഞ്ഞു ഇവിടുന്ന് ഒരു കൊച്ചും ടൂറിന് പോകത്തില്ല. ഉടനെ അമ്മ പറഞ്ഞു ആഹാ ഞാൻ വിടാപടി, അപ്പൻ്റെ വേണ്ടാടി, ഞാൻ വിടാം, പറയരുത്. അപ്പം പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. അപ്പം വീട്ടിലോട്ട് വന്നപ്പം TV കണ്ടോണ്ടിരിക്കുക. അപ്പം പറഞ്ഞു ഇവിടെ TV കണ്ട, ഓഫ് ചെയ്തു. അമ്മ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ, എൻ്റെ ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നപ്പം തന്നതല്ലേ, കണ്ടു, പറയരുത്. അപ്പം കാണണ്ടെന്ന് പറഞ്ഞാൽ കാണണ്ട. ഇനി അപ്പം കാണണം എന്നുള്ളതാണ് ശരി, കാരണം ഇച്ചിരി നേരം കാണട്ടെ. ഈ അപ്പൻ ദേഷ്യക്കാരനാണ്. ആരെയും കൊണ്ട് തന്നെ പറയിപ്പിക്കണം? അപ്പനെയും കൊണ്ട് തന്നെ അമ്മ സ്വാധീനിക്കും. അത് അമ്മയുടെ മിടുക്ക്. ചെന്ന് അപ്പനോട് പറയണം, നമ്മളെ പിള്ളേർ പിന്നെ അപ്പുറത്ത് പോയിരുന്ന് കാണാനൊക്കെ ഇച്ചിരി നേരം കാണട്ടെ. അപ്പം കാണണ്ടെന്ന് പറഞ്ഞാൽ കണ്ട, അമ്മ കണ്ട, അപ്പം പറഞ്ഞാൽ കണ്ട, അമ്മ പറഞ്ഞാൽ കണ്ട. അപ്പോൾ അങ്ങനെ അപ്പനും അമ്മയും ഒറ്റക്കെട്ടായിരിക്കണം. പക്ഷേ ഇവിടെ എന്തല്ലായിരുന്നു? 2 ആയിരുന്നു. ആരൊക്കെ? അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടായി. ഈ ഇസാക്ക് ഏശാവും കൂടെ വർത്താനം പറഞ്ഞപ്പോൾ ഒരാൾ പാത്തിരുന്ന് കേട്ടു. ആര്? റിബേക്ക. ഏത് വീട് നല്ല വീട്, ഏത് വീട് അഴുക്ക് വീട്? പാത്തിരുന്ന് കേൾക്കുന്ന വീട് ശരിയാകത്തില്ല. നിങ്ങളുടെ ഭർത്താവ് ഫോൺ ചെയ്യുമ്പോൾ നിങ്ങൾ പാത്തിരിക്കാറുണ്ടോ? നിങ്ങളുടെ ഭാര്യ ഫോൺ ചെയ്യുമ്പോൾ പാത്തിരുന്ന് കേൾക്കാറുണ്ടോ? പിള്ളേരെയും കൊണ്ട് ശ്രദ്ധിപ്പിക്കണമെന്ന് പറയാറുണ്ടോ? തീർന്നു. നിങ്ങൾ ശരിയല്ല, നിങ്ങളുടെ വീട് ശരിയാകത്തില്ല, നിങ്ങളുടെ മക്കൾ അവിടെ കാണത്തില്ല. ഒരു കാര്യം, പാത്തിരുന്ന് കേൾക്കരുത്. സ്വതന്ത്രം ചെയ്ത് പാത്തിരുന്ന് വിശ്വാസമുള്ള വീട്. രണ്ടാമത്തെ ഒരു കാര്യം, അടുത്തൊരു വിഷയം കൊണ്ട് അവിടെ ഉണ്ട്. എന്താണെന്നറിയാമോ? അവരാലോചിച്ച് വേണമായിരുന്നു ചെയ്യാൻ. ഈ അനുഗ്രഹം കൊടുത്തപ്പോൾ ന്യായമായിട്ട് ഇസഹാക്ക് ആരോട് ചോദിക്കണമായിരുന്നു? അമ്മയോട് ചോദിക്കണം. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആരോട് ചോദിക്കണം? അമ്മയോട് ചോദിക്കണം. ആലോചിച്ച് ചെയ്യാത്ത വീട്. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പനും അമ്മയും കൂടെ ആലോചിച്ചായിരുന്നു ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു? ഇല്ല. അപ്പോൾ അങ്ങനെ ഇസഹാക്ക് അവർക്ക് 2 മക്കളുണ്ടായി. അവരെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഒരാളുടെ ഇഷ്ടം മറ്റൊരാളുടെ ഇഷ്ടം ആലോചിക്കാതെ ചെയ്തു. പരസ്പരം പാത്തിരുന്ന് കേട്ടു. അതുകൊണ്ട് എന്തോ പറ്റിയുണ്ടെന്നു ഒരു മോൻ ഓടേണ്ടി വന്നു. ഏത് മോൻ? യാക്കോബ്. അങ്ങനെ യാക്കോബ് എന്ത് ചെയ്തു? ഓടിപ്പോയി. അപ്പോൾ അടുത്ത കുടുംബം, യാക്കോബിൻ്റെ കുടുംബം. അങ്ങനെ ഓടിപ്പോയ വഴിക്ക് ഒത്തിരി അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ അനുഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ദൈവം അവനെ വലിയ വെളിപ്പെടുന്നു. അവൻ പറയുന്നു ഞാൻ തിരിച്ചു വന്നിട്ട് ഇവിടെ എന്തോ പണിയും, വലിയൊരു യാഗപീഠമൊക്കെ പണിയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ യാക്കോബ് മുമ്പോട്ട് പോകുന്നു. തൻ്റെ അമ്മാച്ചൻ്റെ വീട്ടിൽ ചെല്ലുന്നു. വീടിൻ്റെ പേര് ലാബോൻ. അറിയാമല്ലോ ചരിത്രം. ലാബാൻ്റെ വീട്ടിൽ ചെന്നപ്പം കെട്ടിങ്കര വെച്ച് ഒരു പെണ്ണെ കണ്ടു. അവിടെ പേരെന്താ? റാഖേൽ. സുന്ദരി പെണ്ണ്. റാഖേലിനെ കണ്ടു. കുറേ കഴിഞ്ഞപ്പോൾ ലാബാൻ പറഞ്ഞു നീ വെറുതെ അധ്വാനിക്കണ്ട, നിനക്ക് എന്താ വേണ്ടത്? അവൻ പറഞ്ഞു എനിക്ക് ആരെ മതി? റാഖേലിനെ മതി എന്ന് പറഞ്ഞു. അപ്പം ശരി 7 വർഷം അധ്വാനിക്കാൻ പറഞ്ഞു. 7 വർഷം അധ്വാനിച്ചപ്പോൾ ആരെ കൊടുത്തു? ലേയെ കൊടുത്തു. എന്തിനാ ചതിച്ചത്? ഒറ്റ കാര്യമുണ്ട്. കുറച്ച് ദിവസം മുമ്പ് അപ്പനെ ചതിച്ചു. അപ്പനോട് വന്ന് ചോദിച്ചു നീ ആരാടാ? ഏശാവാണോ? അല്ല. നീ ആരാ? യാക്കോബാണോ? അല്ല. ഞാൻ ആരാ? ഏശാവ. ഒരു കാര്യം ഉറപ്പാണ്, അപ്പനെ ചതിച്ച മോനെ ആര് ചതിക്കും? അമ്മായിപ്പൻ ചതിക്കും. അമ്മായിപ്പൻ പറഞ്ഞ സ്ത്രീധനം കിട്ടിയില്ലെങ്കിൽ വഴക്കുണ്ടാക്കണ്ട. അപ്പന് പറഞ്ഞ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പന് കൊടുക്കാത്തതുകൊണ്ടാണ് ആര് ചതിച്ചത്? അമ്മായിപ്പൻ ചതിച്ചത്. അപ്പോൾ നോക്കൂ, അമ്മായിപ്പൻ ചതിക്കപ്പെട്ടു. ഇതാണ് വലിയൊരു സത്യമാണ്. ആരെയും ചതിക്കരുത്. ചതിച്ചാൽ എന്ത് കിട്ടും? ചതിക്കപ്പെടും. അളക്കുന്ന അളവിൽ അളക്കപ്പെടും. കിട്ടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി ഇരിക്കട്ടെ. എത്ര വർഷം? 7 വർഷം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 7 വർഷം ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ 7 വർഷത്തേക്കിന് വീണ്ടും അധ്വാനിച്ചു. അപ്പോൾ മൊത്തം എത്ര വർഷമായി?
14 വർഷമായി, പിന്നെയും കാലം മുമ്പോട്ട് പോയി. പക്ഷേ ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായി, വളരെ ഗൗരവമായൊരു പ്രശ്നം. ഈ പ്രശ്നം ഞാൻ ചോദിച്ചാൽ, ലേയയ്ക്ക് സൗന്ദര്യമില്ലായിരുന്നു, അവിടെ കണ്ണിന് എന്തില്ലായിരുന്നു, ശോഭയില്ലായിരുന്നു. പക്ഷേ റാഹേൽ സുന്ദരിയായിരുന്നു. പക്ഷെ മക്കളുണ്ടാകുന്ന ആർക്കായിരുന്നു? ലേയക്കായിരുന്നു. എന്താ കാര്യം എന്നറിയാമോ? അവിടെ കണ്ണിന് നിന്നതയായിരുന്നു. ഇവർ ലേയെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം ഓർത്തോണേ, നിന്നെ വീട്ടിൽ നിന്നതയാണ്, നീ ഒത്തിരി നിന്ന വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇത്രയും ലളിതമായിട്ട് പറയുക, നിൻ്റെ മക്കളിലൂടെ നിൻ്റെ നിന്നയം മാറ്റുന്ന ദൈവത്തിൻ്റെ കൃപയുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒത്തിരി മക്കൾ, ഒത്തിരി അമ്മമാരും, പരമാർത്ഥമായ കേരള മണ്ണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒത്തിരി ഭാര്യമാരും വീട്ടിൽ നിന്ദിക്കപ്പെട്ടതാണ്. വീട്ടിൽ വന്ന് കയറുമ്പോൾ ഒത്തിരി തിന്നു. അവരുടെ വീട്ടുകാരുടെ പേര്, സൗന്ദര്യമില്ലാത്തതിൻ്റെ പേര്, പണമില്ലാത്തതിൻ്റെ പേര്. ഇന്ന് രാത്രി പറയട്ടെ, നിന്റെ തലമുറകളൂടെ മാറ്റുന്ന ദൈവത്തിൻ്റെ ഒരു നീതിയുണ്ട്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. നിന്നേ മാറ്റും. നിന്ദിക്കപ്പെട്ടിട്ടുള്ളവരെ നിങ്ങൾക്കൊരാശ്വാസം, നിങ്ങളുടെ മക്കളിലൂടെ നിന്നേ മാറ്റും. പക്ഷേ ഇവിടെ എനിക്കറിയില്ല, നിങ്ങളൊരു പ്രസംഗം കേൾക്കാൻ ഇരിക്കുകയായിരിക്കും. എനിക്ക് കർത്താവ് വന്ന ദൂത്, ഞാൻ ഈ ദിവസങ്ങൾ ധ്യാനിച്ചൊരു ദൂത്, അതൊട്ടും മറച്ചു വെക്കാൻ പറയുകയാണ്. 29 അധ്യായത്തിൻ്റെ 32 വാക്യത്തിൽ, ലേയ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവൻ എന്തെന്ന് പേരിട്ടു? രൂപൻ എന്ന് പേരിട്ടു. ഒറ്റ കാര്യം കൊണ്ടാണ്, ഇനിയെങ്കിലും എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് എന്തെന്ന് പേരിട്ടു? രൂപൻ. അപ്പോൾ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹം, തന്നെ ഭർത്താവ് എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഇനിയെങ്കിലും എൻ്റെ ഭർത്താവ് എന്നെ എന്ത് ചെയ്യും? സ്നേഹിക്കുമെന്ന് പറഞ്ഞ് ആരെന്ന് പേരിട്ടു? രൂപൻ എന്ന് പേരിട്ടു. പക്ഷേ ഈ യാക്കോബ് ആരെ സ്നേഹിച്ചില്ല? ലേയയെ സ്നേഹിച്ചില്ല. അങ്ങേർക്ക് ആരെയായിരുന്നു ഇഷ്ടം? റാഹേലിനെയായിരുന്നു സ്നേഹം. ലേയ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ മക്കളുണ്ടാകണമെങ്കിൽ ആര് വേണം? ലേയ വേണം. അങ്ങനെ മക്കൾ ഉണ്ടാകാൻ തുടങ്ങി. 5 മക്കളുണ്ടായി. പിന്നെ അവൾക്ക് 29 അധ്യായത്തിൻ്റെ അവസാനം അവൾക്ക് പ്രസവം നിന്നു. പ്രസവം നിൽക്കുന്നതും വരെയും മക്കളുണ്ടായി. രൂപൻ വളർന്നു വന്നു. രൂപൻ ഇട്ട പേരെന്താ? ഇനിയെങ്കിലും രൂപനെ, നീ ഉണ്ടായപ്പം മുതൽ നിൻ്റെ അപ്പൻ എന്നെ എന്ത് ചെയ്യും? സ്നേഹിക്കും. പക്ഷെ ആര് സ്നേഹിച്ചില്ല? അപ്പൻ സ്നേഹിച്ചില്ല. എല്ലാ അപ്പന്മാരും ഓർക്കണേ, അമ്മയെ സ്നേഹിക്കണം, ഭാര്യയെ സ്നേഹിക്കണം. സ്നേഹം മനസ്സിരുന്നാൽ പോരാ. നമ്മുടെ ആൾക്കാരുടെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, അവർ പറയും, ഞങ്ങൾക്ക് അങ്ങനെ പ്രകടിപ്പിക്കാനൊന്നും അറിയത്തില്ലെങ്കിലും ഞങ്ങളുടെ അകത്ത് മുഴുവൻ എന്താണ്? സ്നേഹമാണ്. നിങ്ങളുടെ അകത്ത് സ്നേഹം ഇരുന്നാൽ അത് പെട്ടിക്കകത്ത് പോയിട്ട് മണ്ണിനകത്ത് പോകും. മണ്ണിനകത്ത് പോകുന്നതിന് മുമ്പ് ഈ സ്നേഹം കുറച്ചെടുത്ത് എവിടെ ഇടണം? പുറത്തിടണം. കാണട്ടെ, എല്ലാവരും കാണട്ടെ, ഭാര്യ കാണട്ടെ, പിള്ളേർ കാണട്ടെ. സ്നേഹിക്കുക. സ്നേഹിച്ചില്ല. സ്നേഹിക്കാതെ വന്നപ്പോൾ ഉണ്ടായി വലിയൊരു ദുരന്തം. ഇത് നമുക്ക് വേണ്ടിയുള്ള പാഠം. എന്താണെന്നറിയാമോ? രൂപന് ഭയങ്കര പിണക്കായി, ഭയങ്കര മുറിഞ്ഞാണ് വളരുന്നത്. ഈ മുറിഞ്ഞ് വളർന്ന രൂപൻ 30 അധ്യായത്തിൽ ഒരു കാര്യം ചെയ്തു. വയലിൽ പോയിട്ട് വന്നപ്പോൾ എന്തോ മേടിച്ചുകൊണ്ട് വന്നു? ദൂതായിപ്പഴം മേടിച്ചുകൊണ്ട് വന്നു. 30 അധ്യായത്തിൽ ദൂതായിപ്പഴം മേടിച്ചുകൊണ്ട് വന്നപ്പോൾ റാഹേൽ ഇത് മേടിക്കാൻ നോക്കുന്നുണ്ട്. എന്താണ് ദൂതായിപ്പഴം? അമ്മ പ്രസവിക്കാൻ വേണ്ടി ഉള്ളൊരു മരുന്നാണ്. എന്ത്? ദൂതായിപ്പഴം. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഈ കൊച്ചൻ്റെ മനസ്സ് വായിച്ച്, ചെറുപ്പക്കാരനായ കൊച്ചൻ മരുന്നും മേടിച്ചുകൊണ്ട് വരിക അമ്മയ്ക്ക് കൊടുക്കാൻ. ഒറ്റ കാര്യം, ഈ മരുന്നുണ്ടെങ്കിൽ അപ്പൻ ആരെ സ്നേഹിക്കും? അമ്മയെ സ്നേഹിക്കും. ഇങ്ങനെങ്കിലും അപ്പൻ എൻ്റെ വീട്ടിലൊന്ന് വരും, അല്ലെങ്കിൽ റാഹേലിൻ്റെ അടുക്കലേ പോകത്തുള്ളൂ. ഒരു കാര്യം ഓർത്തോണേ, അപ്പനും അമ്മയും കൂടെ വഴക്കുണ്ടായാൽ ഏറ്റവും കൂടുതൽ മുറിയുന്നത് ആരായിരിക്കും? മക്കളായിരിക്കും. നിങ്ങളുടെ മക്കൾ മുറിയും. നിങ്ങളുടെ മക്കൾ മുറിയാതിരിക്കണമെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും വഴക്കുണ്ടാക്കരുത്. അവരുടെ മക്കൾ മുമ്പിൽ വെച്ച് വഴക്കുണ്ടായാൽ നിങ്ങളുടെ മക്കളുടെ മുറിവ് വലുതായിരിക്കും. ആ മുറിവ് കരിക്കാൻ കാലത്തിന് പോലും കഴിയത്തില്ല. രൂപൻ വല്ലാതെ മുറിഞ്ഞു വളർന്നു. അവൻ ഇതിനിടയ്ക്ക് ഒരു അനുനയിപ്പിക്കാൻ വേണ്ടി ഒരു സംഭവം ഉണ്ടാക്കി. എന്താണെന്നറിയാമോ? അമ്മയ്ക്കൊന്ന് ആരോഗ്യം ഉണ്ടാകാൻ അമ്മ പ്രസവിക്കാൻ വേണ്ടി ദൂതായിപ്പഴം മേടിച്ചുകൊണ്ട് വന്നു. അവിടെ അങ്ങനെ പറഞ്ഞ് ഞാൻ അതിന് വിടുകയാണ്. കാലം മുമ്പോട്ട് പോകുന്നു. രൂപൻ വൈരാഗ്യമായിട്ട് വളരുന്നു. എന്തുകൊണ്ടായെന്നറിയാമോ? അടുത്ത 35 അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തമുണ്ടായി. ഇതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. യാക്കോബിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തമുണ്ടായി. ദുരന്തം എന്നാന്ന് ചോദിച്ചാൽ, തന്നെ ഏറെ സ്നേഹിച്ച ആര് മരിച്ചു? റാഹേൽ മരിച്ചു. അതിന് കാരണം നമുക്ക് ചിന്തിക്കാം. അതിന് ഒന്ന് നിന്നിട്ട്, റാഹേൽ മരിച്ചു. യാക്കോബ് ഇസ്രായേൽ യാത്ര തുടർന്നു. എത്ര? 35, 20, 21 ആയിക്ക് കുറിക്കുന്നു. 35, 20, 21. 22 അധ്യായത്തിൽ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഇസ്രായേൽ ആ ദേശത്ത് പാർത്തിരിക്കുമ്പോൾ, ഇസ്രായേൽ അവിടെ പാർത്തിരിക്കുമ്പോൾ രൂപൻ ചെന്ന് അപ്പൻ്റെ വെപ്പാട്ടിയായ ആരോടൊപ്പം ശയിച്ചു? ബിൽഹായോടൊപ്പം ശയിച്ചു. അപ്പൻ്റെ വെപ്പാട്ടി, വെപ്പാട്ടി എന്നൊക്കെ പറയുന്നത് അന്നത്തെ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റമാണ്. പക്ഷേ ആ സിസ്റ്റവും പുറത്ത് പോകാൻ പാടില്ലാത്ത സിസ്റ്റം. ഭാര്യ ഔദ്യോഗികമായി ഭാര്യ അല്ലെങ്കിലും വിശുദ്ധിയോടെ ജീവിക്കേണ്ട, ഒരു പാതിവൃത്യം സൂക്ഷിക്കേണ്ട ഒരു സ്ത്രീയാണ് വെപ്പാട്ടി. അതുകൊണ്ട് തന്നെ അപ്പൻ്റെ വെപ്പാട്ടിയോടൊപ്പം ആര് ശയിച്ചു? രൂപൻ ശയിച്ചു. അടുത്ത വാക്ക് എന്നെ പേടിപ്പിച്ചു. അത് ആര് കേട്ടു? ഇസ്രായേൽ കേട്ടു. എന്തിനു കേൾപ്പിച്ചു? രൂപനോട് ഞാൻ പോയി ചോദിച്ചു. എൻ്റെ ധ്യാനമുറി ഞാൻ രൂപനോട് സമ്പാദിക്കണം. വേദവസം വായിക്കും, അതിൻ്റെ കഥാപാത്രങ്ങളോട് വർത്തമാനം പറയണം. ഞാൻ വർത്തമാനം പറഞ്ഞു, രൂപനെ നീ എന്തിനാ ആ പണി കാണിച്ചത്? ഇത് നിൻ്റെ അപ്പനല്ലേ? നീ അപ്പനെ എന്തിനാ ദുഃഖിപ്പിച്ചത്? അവൻ പറഞ്ഞു, എൻ്റെ അപ്പൻ എൻ്റെ അമ്മയെ ഒത്തിരി ദുഃഖിപ്പിച്ചു. എൻ്റെ അപ്പൻ്റെ ഏറ്റവും വലിയ ദുഃഖം അനുഭവിക്കുന്ന സമയത്ത് അയാളെ ഒന്നുകൂടെ ദുഃഖിപ്പിച്ചപ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടി. മാനസികമായി അവനൊരു സന്തോഷം കിട്ടി. ആര് കേട്ടപ്പോൾ? അപ്പൻ ഇത് കേട്ടപ്പോൾ. ഒരു കാര്യം, അപ്പൻ അമ്മയെ സ്നേഹിച്ചില്ലെങ്കിൽ മക്കൾ വൈരാഗ്യമായിട്ട് മാറും. അവർ അവസരം കിട്ടുമ്പോൾ അപ്പനെതിരെ തിരിയും. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് രാത്രി ഗൗരവമായ ചിന്തകൾ ദൈവവചനം പഠിപ്പിക്കുന്നത്, വചനത്തിൻ്റെ ചുരുളുകൾ ഇന്ന് രാത്രി അഴിയുമ്പോൾ അത് ജീവിതത്തിന് മാറ്റമായി മാറാൻ കഴിയണം. അപ്പൻ അമ്മയെ സ്നേഹിച്ചില്ലെങ്കിൽ മക്കൾ വൈരാഗ്യമാകും. മക്കൾ പണി കൊടുത്തു,
ഏറ്റവും ലളിതമായ ഭാഷ. മോൻ അപ്പനിട്ടൊരു പണി കൊടുത്തു. എപ്പം കൊടുത്തു? അപ്പൻ്റെ ഏറ്റവും വേദനയിൽ ഒരു പണി കൊടുത്തു. വേദനിച്ചിരുന്നപ്പോൾ. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഇസ്രായേൽ അത് കേട്ടപ്പോൾ അവൻ്റെ ചങ്കിനകത്ത് കുത്തിയിറങ്ങി. രൂപേനേ, നീ എൻ്റെ മൂത്തമോൻ. അതുകൊണ്ട് ഈ അപ്പൻ ആരോട് വൈരാഗ്യമായി? രൂപേനോട് വൈരാഗ്യം. 49 അധ്യായത്തിൽ മരിക്കുന്നതിന് മുമ്പ് മൊത്തം മക്കളെ വിളിച്ചു വരുത്തി അനുഗ്രഹം കൊടുക്കുക. പക്ഷെ ഒറ്റയൊരുത്തിന് അനുഗ്രഹം കൊടുത്തു. ആദ്യത്തെ മോന് അനുഗ്രഹം കൊടുത്ത് എന്താണെന്നറിയാം? രൂപനേ, എൻ്റെ ആദിജാതനെ, നീ എൻ്റെ ശക്തിയുടെ വൈശിഷ്ട്യം, നീ എല്ലാമാ. പക്ഷേ നീ വെള്ളം പോലെ തുളുമ്പുന്നവനേ, നീ ഒരിക്കലും എന്താകത്തില്ല, ശ്രേഷ്ഠനാകത്തില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ശ്രേഷ്ഠനാകത്തിൽ പറഞ്ഞാൽ ഒരു പ്രാക്കിൻ്റെ ഭാഷയാ. പ്രാഗിട്ട് പോയി. ആര്? അപ്പൻ. ആര്? മോനെ. എന്താ കാര്യം? മോന് അപ്പന് പണി കൊടുത്തു, അപ്പൻ മോനെ പ്രാഗി മലച്ചും ജീവിതം അവസാനിപ്പിക്കാതിരിക്കാൻ ഒരു വഴിയുണ്ട്. ആയ കാലത്ത് അമ്മയെ സ്നേഹിച്ചോണം. ആയ കാലത്ത് വീട്ടിൽ സ്നേഹം ഉണ്ടെങ്കിൽ അവസാനം പ്രാക്കിലും അലയിലും ശാപത്തിലും പോകാതെ എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് പോകാൻ കഴിയും. ഇന്ന് രാത്രി സ്നേഹം കുടുംബങ്ങളിൽ നിറയാൻ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എൻ്റെ കുടുംബങ്ങളിൽ സ്നേഹം നിറയണമേ. നമുക്കൊരു ഭയങ്കര ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഒത്തിരി ചിരിക്കല്ലേ കരയുമെന്ന്. ഒത്തിരി ചിരിക്കല്ലേ കരയും. അങ്ങനെ എവിടെയെങ്കിലും വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഒത്തിരി ചിരിക്കും കരയും. ചട്ടിയും കലവുമാണെങ്കിൽ എങ്ങനെ ഇരിക്കും? തട്ടിയും മുട്ടിയിരിക്കും. അതൊരു സീരിയൽ. തട്ടിയും മുട്ടി എന്ന് വേദപുസ്തകത്തിൽ ഇല്ല. പിന്നെ എന്താ പറയുന്നത്? നിന്റെ കൊത്തളങ്ങളിൽ സ്വൈര്യവും നിന്റെ അരമൻ. ഈ തട്ടിയും മുട്ടി എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന വീട്ടിൽ തട്ടിലും മുട്ടലും ഉണ്ടാകും. ഒത്തിരി ചിരിച്ചാൽ കരയത്തില്ല. കർത്താവ് വന്നത് നിന്റെ കരച്ചിലിനെ മാറ്റാൻ വേണ്ടിയാണ്. വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട രട്ടടിച്ച് സന്തോഷം ഒടിപ്പിക്കുക. എൻ്റെ കർത്താവ് വന്നെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിൽ മാത്രം കണ്ട പ്രത്യേകത. ചെല്ലു പറയും, ഒത്തിരി സ്നേഹിക്കല്ലേ ആയുസ് കാണത്തില്ല. എൻ്റെ തമ്പുരാനെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ കുശുമുണ്ടാകാത്ത ഒറ്റ വ്യക്തി ഉണ്ടെങ്കിൽ അത് ദൈവമായിരിക്കും. നിങ്ങൾ പിണങ്ങിയാൽ ദുഃഖിക്കുന്നതും ദൈവമായിരിക്കും. ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കും? കർത്താവേ, കുറച്ചുകൂടെ സ്നേഹിക്കാൻ ഉള്ളൊരു കൃപ എനിക്ക് തരണമെന്ന് ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ സ്നേഹം, എനിക്കകത്ത് സ്നേഹമുണ്ട്. എനിക്കൊരു എണ്ണപ്പെട്ട ദിവസങ്ങൾ. എല്ലാവർക്കും മുമ്പിൽ എത്ര ദിവസമുണ്ട്? 10, 10,000 ദിവസം, 12,000 ദിവസം, 15,000 ദിവസം, 20,000 ദിവസം. അതിൽ പ്രിയരെ, ഇത്രയും ദിവസം ഈ കൊച്ചു ജീവിതത്തിൽ കുറച്ചുകൂടെ സ്നേഹം കൊടുത്ത് ജീവിക്കാൻ എൻ്റെ കർത്താവേ എന്നെ സഹായിക്കണമെന്ന് ഹൃദയംഗമായിട്ടൊന്നും പ്രാർത്ഥിക്കുക. ദൈവം പഠിപ്പിക്കുന്നു. ആര് പഠിപ്പിച്ചു? യാക്കോബ് പഠിപ്പിച്ചു. ആരിലൂടെ പഠിപ്പിച്ചു? രൂബേനിലൂടെ പഠിപ്പിച്ചു. നോക്കൂ, അവിടെ വലിയൊരു പ്രശ്നം കണ്ടു. ഈ രൂബേൻ്റെ വീട്ടിൽ നിന്ന് ലാബാന്റെ വീട്ടിൽ നിന്ന് യാക്കോബ് ഓടിപ്പോകുമ്പോൾ ലേയ, റാഹേൽ, ദാസിമാർ, അവരുടെ പിള്ളേർ ഇവരെല്ലാമായിട്ട് ഓടിപ്പോയി. ഈ ഓടിപ്പോയ വഴിക്ക് ഒരു പ്രശ്നം ഉണ്ടായി. എന്താണ്? ഓടിപ്പോകുന്ന വഴിക്ക് ഒരു പ്രശ്നം ഉണ്ടായി. ആര് പുറകെ വന്നു? ലാബാൻ പുറകെ വന്നു. എത്രാം അധ്യായം? 30-ാം അധ്യായം. 30-ാം അധ്യായത്തിന് എത്രാം വാക്യം? 31-ാമത്തെ വാക്യം. പുറകെ വന്നു. ആര് വന്നു? ലാബാൻ വന്നു. ചിന്ത കൂടെ ഉണ്ടല്ലോ. ഓക്കെ, ആര് ഓടിപ്പോന്നു? ഇപ്പോൾ യാക്കോബ് ഓടിപ്പോന്നു. കൂട്ടത്തിൽ ആരുണ്ട്? ലേയുണ്ട്, റാഹേലുണ്ട്, ദാസിമാരുണ്ട്, പിള്ളേരുണ്ട്. എല്ലാവരുമായിട്ട് ഓടിപ്പോകുന്നു. ആടുമാടുമായിട്ട് എല്ലാം ഓടിപ്പോവുകയാണ്. ഓടിപ്പോകുന്ന വഴിക്ക് ഒരാൾ പുറകെ വന്നു. ആര് വന്നു? ലാഭം വന്നു. ഒറ്റ വാക്ക് പറഞ്ഞു. എന്താണ്? എൻ്റെ ഗ്രഹബിംബം എന്തിയെ? എന്താണത്? ഗ്രഹബിംബം കുലദൈവങ്ങളാണ്. അത് വലിയ ഐശ്വര്യ പ്രതീകമാണ്. ആ കാലഘട്ടത്തിൽ അത് പോയാൽ ഐശ്വര്യം പോകും. അതുകൊണ്ട് ഐശ്വര്യം പോകുന്നത് പേടിച്ച് ലാഭം പുറകെ വന്നപ്പോൾ യാക്കോബിന് അറിയത്തില്ല ഇത് ആരുടെ കയ്യിലുണ്ടെന്ന്, റാഹേലിൻ്റെ കയ്യിലുണ്ടെന്ന് അറിയത്തില്ല. ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? ഈ ഗ്രഹബിംബം റാഹേലിൻ്റെ കയ്യിലുണ്ടെന്ന് ആർക്കറിയത്തില്ല? യാക്കോബിന് അറിയത്തില്ല. അപ്പോൾ അതും പറ്റിയ പ്രശ്നം. ഈ മൂട്ടിച്ചപ്പം ആരോട് പറഞ്ഞില്ല? ഭർത്താവിനോട് പറഞ്ഞില്ല. എന്തോ ഉണ്ടെങ്കിലും ആരോട് പറയണം? ഭർത്താവോട് പറഞ്ഞില്ല. രഹസ്യം. അപകടം ഉണ്ടാക്കി. പോയി ചെന്ന് വഴിക്ക് വെച്ച് പുറകെ വന്നു. ആര് വന്നു? ലാഭം വന്നു. വന്നിട്ട് ചോദിച്ചു, എന്ത് ചെയ്യാൻ എൻ്റെ ഗ്രഹബിംബം? എടുത്ത വായി യാക്കോബ് ഒരു മറുപടി പറഞ്ഞു. ആരുടെ കയ്യിലാണോ ഗ്രഹബിംബം ആ ആൾ എന്ത് ചെയ്ത് പോട്ടെ? ചത്തുപോട്ടെന്ന് പറഞ്ഞു. ആരുടെ കയ്യിലാണോ ഗ്രഹബിംബം ആ ആൾ എന്ത് ചെയ്യാൻ പാടില്ല? ജീവനോടിരിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഗ്രഹബിംബം ആരുടെ കയ്യിലുണ്ട്? റാഹേലുണ്ട്. ഒരിക്കലെങ്കിലും ഇത് റാഹേലിൻ്റെ കയ്യിലാണെന്ന് അറിവ് യാക്കോബിനുണ്ടായിരുന്ന യാക്കോബ് അങ്ങനെ പറയുമോ? ഇല്ല. ലേയുടെ കയ്യിലാണെ പറഞ്ഞിനി. പക്ഷെ ആരുടെ കയ്യിലാണെങ്കിൽ പറയത്തില്ല, റാഹേലിൻ്റെ കയ്യിലാണെങ്കിൽ പറയത്തില്ല. പക്ഷേ ഒറ്റയടിക്ക് പറഞ്ഞു ആരുടെ കയ്യിലാണ്? റാഹേലിൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ പറഞ്ഞു. ആരുടെ കയ്യിലാണോ ഗ്രഹബിംബം ആ ആൾ എന്ത് ചെയ്ത് പോട്ടെ? ചത്തുപോട്ടെ. 2-3 അധ്യായം കഴിഞ്ഞപ്പോൾ കണ്ടു റാഹേലിന് പ്രസവ വേദന വന്നു. പ്രസവിച്ചു. കുഞ്ഞിന് പേരിട്ടു ബെന്നോനി. പിന്നാണ് പേരിടുന്നത് ബെന്യാമീൻ. അതോടുകൂടി അവൾ എന്ത് ചെയ്തു പോയി? മരിച്ചുപോയി. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കൊച്ചിന് ജന്മം കൊടുത്ത് പാലൂട്ടാൻ പോലും ഭാഗ്യം കിട്ടാതെ, ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അമ്മയുടെ എന്ത് കുടിക്കുന്നത്? പാല് കുടിക്കുന്നത്. അമ്മയുടെ പാല് കുടിക്കാൻ പോലും ഭാഗ്യം കിട്ടാതെ പ്രസവിച്ചുടനെ ഒരമ്മ മരിച്ചു. ആര്? റാഹേൽ. ഈ കുഞ്ഞമ്മയില്ലാതെ വളരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടായി. എല്ലാ പിള്ളേരും പോകുമ്പോൾ അപ്പൻ ആരെ മാത്രം വിടത്തില്ല? ബെന്യാമിനെ അവനെങ്ങനെ പാമ്പർ ചെയ്ത് വളർത്തുക. നീ പോകാൻ പാടില്ല. അവനും അങ്ങാകെ ഈ അപ്പൻ എന്നെ ഇടംവളം വിടത്തില്ല. എന്താ കാര്യം? അമ്മയില്ലാതെ വളർത്തിയ അമ്മയില്ലല്ലോ. അപ്പം ഏറെ സ്നേഹിച്ച മോനെ, ഭാര്യയിൽ ഇഷ്ടമുണ്ടായ മോനെ അവൻ തന്നിട്ട് പോയതായതുകൊണ്ട് അപ്പൻ ഇങ്ങനെ പൊതിഞ്ഞ് പൊടിച്ചു വളർത്തുകയാണ്. ബെന്യാമീൻ പ്രിയരേ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഞാൻ കണ്ട ഒരു ഉത്തരം ഇത്രയേ ഉള്ളൂ. അപ്പൻ നോക്കി അമ്മയെ നോക്കി പറഞ്ഞു ചത്തുപോട്ടെന്ന് പറഞ്ഞു, ജീവനോടിരിക്കരുതെന്ന് പറഞ്ഞു. അവൾ എന്ത് ചെയ്തു പോയി? ചത്തുപോയി. 2-3 അധ്യായം കഴിഞ്ഞ് ചത്തുപോയി. പഠിപ്പിച്ച പാഠം, ഒറ്റ കാരണവശാലും ഭർത്താവ് ഭാര്യയെ നോക്കി തൊലഞ്ഞു പോകുമെന്ന് പറയരുത്. അവൾ തൊലഞ്ഞു പോകും.
തൊലഞ്ഞു പോയാൽ ആർക്ക് പോവും? നിങ്ങൾക്ക് പോവും. വേറെ ആർക്ക് പോകാനാ? നിങ്ങൾക്ക് പോവും, നിങ്ങൾക്ക് പോവും. അതുകൊണ്ട് ഒരു കാരണവശാലും ഒറ്റ വാക്ക് വേണ്ടാത്തത് എവിടെ പറയരുത്? വീട്ടിൽ പറയരുത്. മനസ്സിലാകുന്നുണ്ടോ? ഗൗരവമായി ഭാര്യയെ നോക്കി എന്ത് വഴക്കുണ്ടായാലും നീ ഇല്ലത് പൊട്ടറി, തൊലഞ്ഞു പൊട്ടറി എന്ന് പറഞ്ഞാൽ അവൾ തൊലഞ്ഞു പോയാൽ എന്തോ ചെയ്യും? എന്തോ ചെയ്യും? ഒരു കാര്യത്തോളം എല്ലാ ഭർത്താക്കന്മാരോടും എനിക്ക് പറയാൻ ഒരു കാര്യമുണ്ട്. എല്ലാ ഭർത്താക്കന്മാരുടെയും ഏകമെടുക്ക് ഭാര്യയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും നീ പോയാൽ ഞാൻ കെട്ടുപടി വരുന്നു ആരാണ്ട്. കെട്ടിയിട്ടുള്ളവരോട് ചോദിക്കണം അവർക്കുണ്ടായ ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന്. ഒരിക്കലും അങ്ങനെ പറയരുത്. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ അപ്പൻ ഭയങ്കര ധീരനായൊരു മനുഷ്യനായിരുന്നു, പാസ്റ്റായിരുന്നു. എൻ്റെ അപ്പൻ്റെ ധൈര്യം എപ്പോഴും അതിന് പറയല്ല, ഞാൻ കണ്ടിട്ടുള്ള ധൈര്യമാണ്. കൊച്ചിൽ ഞങ്ങൾ ഈ തോട്ടത്തിലൊക്കെ വളർന്നവരാ. എന്നും മഴക്ക് എൻ്റെ അപ്പൻ്റെ ദേഹത്തെല്ലാം വെട്ടും കുത്തുമൊക്കെയായിരുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പ് ജീവിതം പിന്നെ കർത്താവ് രൂപാന്തരപ്പെടുത്തിയെടുത്താൽ. അപ്പോൾ ആ സമയത്ത് ഒരു കുഞ്ഞിനെ ഞാൻ കണ്ട ഒരു കാഴ്ച, 150 പേരുടെ ഒരു സംഘർഷം വരികയാണ്. ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരുമില്ല. എല്ലാവരും കാലം പിടിച്ചു. അപ്പം പോരുത് എൻ്റെ പൊന്ന് ചക്കരപ്പല്ല പോകല്ലേ. എവിടെ തട്ടി മാറ്റിയിട്ട് ഒറ്റ പോകും. ഭയങ്കര ഊരാണ്. പോയിട്ട് ഇവർ വരുന്ന വഴിക്ക് ഒരു കസേര ഇട്ടിട്ട് അവിടെ ഇരുന്നു. അവിടെ ഇരുന്നു. ഒരു കൈക്കോടാലി എടുത്ത് വെച്ചു അവിടെ ഇരുന്നു. ഒരൊറ്റ ഒരുത്തം നോക്കി പോരുകയില്ല. അപ്പോൾ ആ ഊരുണ്ടോ? മണി ഊരാണോ? അതൊക്കെ ചുമ്മാ ഈ പറയും ഞാൻ അടിക്കും കിടിക്കും എന്നൊന്നും പറയൊന്നുമല്ല. അതൊക്കെ പോയി ഒന്നും പറഞ്ഞില്ല, അവിടെ ഇരിക്കുക. ആ ഇരിപ്പ് കണ്ടാൽ അറിയാം അവൻ്റെ അടുക്ക് വരത്തില്ല. ഒറ്റ ഒരുത്തും വന്നില്ല. പക്ഷേ 2010 എൻ്റെ അമ്മ മരിച്ചു. അതിൽ പിന്നെ കട്ടിലേ കിടക്കാൻ പേടിയായിരുന്നു. ഒറ്റയ്ക്ക് കിടക്കത്തില്ല. ഒരു കൊച്ചെങ്കിലും ഞങ്ങളുടെ പിള്ളേർ കൂടെ കിടക്കണമായിരുന്നു. എന്നാ പേടിയാണ്. രണ്ടും കൂടെ ഉള്ളപ്പം വഴക്കടിച്ച് മാറി കിടക്കുമായിരുന്നു. പക്ഷേ ചത്തുപോയപ്പം പേടിയായിരുന്നു. അപ്പോൾ ഓർത്തോണേ, വെല്ലം പറഞ്ഞ് പോയെങ്കിൽ എന്തോ പറ്റും? അത് ഞാൻ പഠിച്ചതെന്നറിയുമ്പോൾ, എൻ്റെ ഭാര്യയ്ക്ക് ഒരു ദിവസം അസുഖം വന്ന് ആശുപത്രി കിടന്നു. ഞാൻ എൻ്റെ കൊച്ചിനെയും കൊണ്ട് യോഗത്തിന് പോയി, പോകാതിരിക്കാനൊക്കെ പോയി. അപ്പോൾ ഇവനിടയ്ക്ക് പ്രസംഗിക്കാൻ കൂടി ഇവിടെ ഇരുത്തി. അവനിടയ്ക്ക് എന്നോട് പറഞ്ഞു, പപ്പ എനിക്കിപ്പോൾ ടോയ്ലറ്റിൽ പോകണം. അപ്പോൾ ഞാനൊരു പാട്ട് പാടിയിട്ട് ഇവനെയും കൊണ്ട് ഇറങ്ങിയപ്പോൾ ഒരു അമ്മച്ചി ഉണ്ടെന്ന് പറഞ്ഞു, ഞങ്ങളൊക്കെ ഇവിടെ അമ്മമാരല്ലേ, മനുഷ്യനെ നിങ്ങൾ പോയി പ്രസംഗിക്കും, നിങ്ങൾ എന്ത് പണിയാണ്? അപ്പോൾ അവൻ പറഞ്ഞു, അമ്മച്ചി വേണ്ട പപ്പ മതിയെന്ന്. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ അവൾ ചത്തുപോലെ. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചോണേ, ചത്തുപോകാതിരിക്കുക. ഞങ്ങൾക്കെല്ലാം കുറവല്ല. വേണ്ടാത്തത് പറയരുത്. ഒരു കാരണവശാലും പറയരുത്. 2 മക്കളെ ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളുടെ ഭർത്താവ് നോക്കി നിങ്ങൾ പ്രാകരുത്. എത്ര ദണ്ണം വന്നാലും പ്രാകരുത്. അയാൾ പോയാൽ നിങ്ങൾ എന്തോ ചെയ്യും? പിന്നെ അയാൾ പോയാൽ എന്തോ ചെയ്യും? അയാളുള്ളതിൻ്റെ വിലയേ ഉള്ളൂ നിങ്ങൾക്ക്. അയാൾ വലിയ കഴിവൊന്നും ഇല്ലാത്തവനായിരിക്കും, എന്നാലും ഉണ്ടല്ലോ അയാൾ ഇരിക്കുന്നുണ്ടാ നീ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അയാളെ പൊന്നുപോലെ നോക്കിക്കോണം. അയാൾ ഇരിക്കാൻ പ്രാർത്ഥിക്കണം. അതുപോലെ അപ്പനും അമ്മയും ഓർത്ത് പ്രത്യേകം പറയുക, മക്കളെ നോക്കി വേണ്ടാത്തത് പറയരുത്. ഈ മക്കളാണ് എരന്ന് മേടിക്കും. അവർ കിട്ടിയിട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് പരീക്ഷാ സമയമല്ല, നിന്നെ നോക്കി നിൻ്റെ അമ്മ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മേടിച്ച് വെച്ചതാ. അതുകൊണ്ട് പോയി അമ്മയോട് പറയണം, അമ്മ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ. ഇത് ഞാൻ പറഞ്ഞില്ല, പിന്നെ ആരാ പറയുന്നത്? പരീക്ഷ പഠിക്കാൻ മേടിക്കും, പക്ഷേ അവിടെ ചെല്ലുമ്പോൾ മറന്നു പോവുക. ഒരു കാര്യം, അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ ആർക്കേ അധികാരമുള്ളൂ? അമ്മയ്ക്ക്. അമ്മ പറഞ്ഞത് മറന്നുപോയി, പക്ഷേ അമ്മയെ പറയിപ്പിച്ചതാ. അങ്ങനെ പറയിപ്പിച്ചു, പുറകേ നടന്ന് പറയിപ്പിച്ചു. അമ്മ വിലകിരിയാ, പറഞ്ഞു പോയി. അതുകൊണ്ടാണ് പ്രത്യേകം ഓർത്തണം, അമ്മമാർ ഒരു കാരണവശാലും മക്കളെ നോക്കി എന്ത് ചെയ്യാൻ പാടില്ല, വേണ്ടാത്ത ഒന്നും പറയാൻ പാടില്ല. എനിക്കുണ്ടായ രസകരമായ അനുഭവം. ഒരാൾ പറഞ്ഞാണ്, ഒരു കൊച്ചൻ ഈ ഉപ്പുമുളകില്ലേ, ഉപ്പുമുളക് അറിയാമല്ലോ, ഉപ്പുമുളകല്ല, ഒരു സീരിയലില്ലേ, ഏതാണ്ട് ഒരു പരിപാടി, അതിനകത്തൊരു ചെറുക്കനുണ്ട്. എന്താ പറയടി കൊച്ചേ, നിനക്കറിയാം? അറിയാം, മുടിയൻ. എന്താ? അത് തന്നെ. അവനെ പോലെ മുടി വളർത്തി നടക്കുക. അപ്പോൾ ഈ സങ്കടം സഹിക്കാൻ വയ്യാതെ അപ്പം പറഞ്ഞെന്ന്, ഇവിടെ മുടി വളർത്തല്ലേ, മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. ഇതൊക്കെ അങ്ങ് ഏക്കുകയാണ്. അപ്പോൾ ഓർത്തോണേ, ഒരു കാരണവശാലും നിങ്ങളുടെ മക്കളെ നോക്കി നിങ്ങൾ വേണ്ടാത്ത പറയരുത്. തീരുമാനിക്കാമോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവരെ തിരിച്ചെടുത്തോളൂ. നിങ്ങളും പോയി ഏറ്റു പറയണം. മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടോന്ന് ഉണ്ട്. ഇനിയും എനിക്ക് വേറൊരു വലിയ രസം കിട്ടി. രസമല്ല, ഭയങ്കര സങ്കടം തോന്നി. ഞാൻ വീട്ടിൽ കയറി ചെന്നപ്പോൾ കോൺക്രീറ്റ് എല്ലാം ഇളകിയിരിക്കുന്നു. അപ്പം ചോദിച്ചു, ഇതന്നെ പറ്റി? അത് പണ്ട് മണലായിരുന്നു, ഇപ്പം പാറപ്പടിയായിരുന്നു. ആ ഇട്ട മേസ്തിരി ശരിയല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയി. പെട്ടെന്ന് എന്നോട് കർത്താവ് പറഞ്ഞു, ഇട്ട മേസ്തിരി ശരിയാകാഞ്ഞുകൊണ്ടും മണൽ പാറപ്പൊടി ആയതുകൊണ്ടൊന്നും അല്ല, അകത്തിരുന്ന് ഈ നശിച്ച വീടെന്ന് പറയുക, കോൺക്രീറ്റ് താങ്ങാൻ വയ്യ എന്ന് പറഞ്ഞാൽ, മുടിഞ്ഞ വീട്, നശിച്ച വീട്, തന്നെ കോൺക്രീറ്റ് ഇളകിപ്പോരുക. ഈ കോൺക്രീറ്റ് ഇളകാതിരിക്കണം. കാരണം വേദോസ് തെളിവുണ്ട്, അന്ത്യകാലത്ത് തെളിവ് വരും. ആര് വരും? പറ, ആരാ വരുന്നേ? ഉത്തരം, ഭീം എല്ലാം കയറി വരുമെങ്കിൽ ഈ വീടിന് കോൺക്രീറ്റ് അവിടെ ഇരിക്കണമെങ്കിൽ പ്രാകരുത്. നശിച്ച വീടെന്ന് പറയരുത്. പിന്നെന്താ പറയണം? എൻ്റെ കൊത്തളങ്ങി സ്വൈര്യം, എൻ്റെ അരമനെ സമാധാനം, എൻ്റെ തമ്പുരാൻ തന്ന വീട്. ആ വീടിനെ അങ്ങ് അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകും, നിങ്ങളുടെ വീട്ടിൽ ആരോഗ്യം ഉണ്ടാകും. ഇന്ന് രാത്രി യാക്കോബ് പഠിപ്പിച്ചതുപോലെ വേണ്ടാത്തൊന്നും പറയാതിരിക്കാൻ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ എത്ര പേര് തയ്യാറാകും? ഇനി അവർ ജീവിച്ചിരിപ്പ്. പ്രിയരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയുക, നിങ്ങളുടെ അപ്പനെ അമ്മയെ നോക്കി, ഈ തള്ള അങ്ങ് ചത്തുപോയായിരുന്നെങ്കിൽ പറയും, തള്ള അങ്ങ് ചത്തുപോയായിരുന്നെങ്കിൽ നല്ലായിരുന്നു. ഈ തള്ള ചത്തുപോയാൽ നീ എന്തോ ചെയ്യും? 2010 എൻ്റെ അമ്മ മരിച്ചു. ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്. ലൈവ് വന്നാന്ന് തോന്നുന്നു. വേറെ ആരായിരുന്നു? മറന്നുപോയി. ഓക്കെ, ലൈവ് വന്നാണ്.
2010 എൻ്റെ അമ്മ മരിച്ചു. ഞാൻ അന്നേരം എനിക്കന്നൊരു ജീപ്പാണ്, മഹേന്ദ്രയുടെ ഒരു ജീപ്പ്. ഞാൻ എവിടെ പോയിട്ട് വന്നാലും രാത്രിയാകുമ്പോൾ 2 മണി 1 മണി 1:30 ഒക്കെ വരുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, ജീപ്പിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കഥ ഉറക്കും. കഥ ഉറക്കാൻ ആര് വേണം? അമ്മ വേണം. കൊച്ച് 4 മണിക്ക് വരും, 4:05 വരും, 4:10 വരും. 4:10 അപ്പുറം പോകത്തില്ല. 4:11 ഒരാൾ റോഡിലിറങ്ങും. ആരാ? അമ്മ. അപ്പോഴും അപ്പം മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ അമ്മ ഇറങ്ങും. കാത്തിരിക്കാൻ ആരേ ഉള്ളൂ? അമ്മയേ ഉള്ളൂ. എല്ലാവരും ഓർത്തണേ, പിള്ളേരെല്ലാം വന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് പൊതിയെടുത്ത് വെക്കുമ്പോൾ ഇന്ന് ചോറാണോ? ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ചോറ് വേണ്ട, ചപ്പാത്തി മതിയെന്ന്. എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ നിമിഷം നേരം കൊണ്ട് ആകാശത്തോടെ ഈ ചപ്പാത്തി വരുന്നത്. അത് തരണമെങ്കിൽ ആര് വേണം? അമ്മ വേണം. വേണ്ടേ? വേണം. നിങ്ങൾ അനാഥശാലയിൽ പോയിട്ടുണ്ടോ? ചപ്പാത്തി വേണം, ചോറ് വേണമെന്ന് പറയോ? ഇല്ല, മിണ്ടത്തില്ല. കൊടുത്തിട്ട് മേടിച്ചിട്ട് പോകും. ആരുള്ളത് കൊണ്ടാണ് വേണ്ടെന്ന് പറയുന്നത്? അമ്മയുള്ളതുകൊണ്ടാണ്. ആണോ? നിങ്ങൾ പിന്നെ പോലീസുകാരടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഈ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ അനാഥ പിള്ളേരെ കരയുമോ? ഇല്ല. പക്ഷേ നിങ്ങളുടെ കൊച്ച് വീണാൽ എഴുന്നേക്കത്തില്ല, കിടന്ന് കരയും. എപ്പം കരയും? ആരെങ്കിലും കണ്ടെന്ന് കണ്ടാൽ കരയും, അല്ലെങ്കിൽ കരയത്തില്ല. എന്തുകൊണ്ടാണ് കരയെന്നറിയാമോ? കരച്ചിൽ കാണാൻ ആളുള്ളതുകൊണ്ടായി കരയുന്നത്. ഒരു കാര്യം ഓർത്തോണേ, കരച്ചിൽ കാണാൻ ആളില്ലാത്ത ആരെങ്കിലും കരയാൻ, ആരെടുക്കുക കരയാനാ? അപ്പോൾ എല്ലാവരും ഓർത്തോണം, എന്നും അമ്മയുണ്ടെങ്കിലേ കാത്തിരിക്കത്തുള്ളൂ, അപ്പനുണ്ടെങ്കിലേ കാത്തിരിക്കത്തുള്ളൂ. 2 വർഷം മുമ്പ് എൻ്റെ അപ്പം മരിച്ചു. ഞാൻ ഇവിടെ പോയിട്ട് വന്നാൽ ഒരു 10:30 ആകുമ്പോൾ എനിക്കൊരു 11 മണിയാകുമ്പോൾ കോള് വരും. എവിടായടാ? 12:30 ആകുമ്പോൾ വരും. വയ്യ എന്നാലും എവിടായടാ? 1 മണിയാകുമ്പോഴത്തേനും അല്ല 1:30 ആകുമ്പോൾ ഞാൻ കയറി വരുമ്പോൾ അതുവരെ വയ്യ എങ്കിൽ ഓക്സിജൻ വെച്ചാൽ അങ്ങനെ ഇരിക്കും. എന്നിട്ട് പതുക്കെ എഴുന്നേറ്റ് പോകും. അപ്പം പോയി ആരാതെ കാണാതിരിക്കും. ഒരു കാര്യം ഓർത്തോണേ, ഇവരൊക്കെ ഉണ്ടെങ്കിലേ കാത്തിരിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏറ്റു പറയാൻ തയ്യാറാകണം. എത്ര വരുന്ന രാത്രി വാക്കുകളിൽ കൂടെ വന്ന കെടുതികളെ കർത്താവെ നീക്കണമെന്ന് പ്രാർത്ഥിക്കും. ഗൗരവമായി പ്രാർത്ഥിച്ച്. നിങ്ങൾ ഒരു വാക്കും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഭയങ്കര വിശുദ്ധരാണെങ്കിൽ ഈ വചനം നിങ്ങൾക്കുള്ളതല്ല, അടുത്തുള്ളത് ഏറ്റുള്ളൂ. പക്ഷേ എൻ്റെ കർത്താവെ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് കുറച്ചുകൂടെ സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒക്കുന്നില്ല, എനിക്കങ്ങ് ഭയങ്കര വാശിയാണ്. ഈ വാശി ഇത്രയും ദിവസമേ ഉള്ളൂ. പിണങ്ങി ഒരാഴ്ചയൊക്കെ ഇരിക്കുന്ന മിണ്ടാതെ. നിങ്ങളങ്ങനെ ഇങ്ങനെ പിണങ്ങി മിണ്ടായിരിക്കുന്നത്? ഒറ്റ ആഴ്ചയൊക്കെ പിണങ്ങി മിണ്ടായിരിക്കുന്ന മനുഷ്യരെ അയാൾ അറ്റാക്ക് വന്ന് ചത്തുപോത്തില്ലേ? അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വലിയ ഒറ്റ കാര്യം, കുറച്ച് ദിവസമേ ഉള്ളൂ, 10 ദിവസം ഇല്ല പിണങ്ങാൻ. ഏത് പിണക്കുണ്ടെങ്കിലും എപ്പം മുമ്പ് തീർത്തോണം, സന്ധിക്ക് മുമ്പ് തീർത്തോണം. കർത്താവെ, ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞു പോയി, പൊറുക്കണേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? കരമുയർത്തി പ്രാർത്ഥിച്ചേ, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചേ. വല്യപ്പച്ചമാരെ, വല്യമ്മച്ചിമാരെ, നിങ്ങൾ നിങ്ങളുടെ മരുമക്കളെ നോക്കി വല്ലതൊക്കെ പറഞ്ഞിട്ടില്ലേ? ആ കൊച്ചിനെ നോക്കി വല്ലതും പറഞ്ഞിട്ട് അത് പോയാൽ നിങ്ങളുടെ കൊച്ചുമക്കൾ എന്തോ ചെയ്യും? പറഞ്ഞതെല്ലാം തിരിച്ചെടുത്ത് യേശുവെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ച് വീടുകളിൽ അനുഗ്രഹം മാത്രം പറയട്ടെ, വീടുകളിൽ ശാപങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശാപക്കെട്ടുകൾ അഴിയണം. ഇന്നും ഇതെല്ലാം കെട്ടാവും. കാരണം മനുഷ്യൻ പറയുന്ന വാക്കുകൾ അന്തരീക്ഷത്തിൽ കിടക്കുന്ന വാക്കുകൾ നിങ്ങൾക്ക് കെട്ടുകളായി മാറും. ആ കുരുക്കുകളെ അഴിക്കാൻ ഒരു പ്രവാചകൻ വന്ന് ശാസിച്ചാൽ പോതില്ല. പ്രിയരെ, നിങ്ങൾ ഉപയോഗിച്ച് അത് പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഏതിന്ന് വീണുപോയി, അറിയാതെ പറ്റിപ്പോയി, കർത്താവെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് തമ്പുരാൻ്റെ സന്ധി അലമുറയിട്ട് കരയണം. അലമുറയിട്ട് കരഞ്ഞാൽ തമ്പുരാൻ ആ വാക്കുകളുടെ മേൽ യേശുവിൻ്റെ രക്തമൊഴിച്ച് കവർ ചെയ്യും. നിങ്ങൾക്ക് വിരോധവും പ്രതികൂലമായി വ്യാപരിക്കുന്ന കയ്യെടുത്തെല്ലാം മായ്ക്കും. എല്ലാവരും ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് ഷഖ ദിഗന റഗന അത്തുനി ഷഗനെ റിഗനെ ഹംതനെ റഗനെ അർക്ക ദിബ ലഗദന ഹംദന. പ്രാർത്ഥന ഉയരട്ടെ. യാക്കോബ് എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം, പറയരുത്. യാക്കോബ് എന്നെ പഠിപ്പിച്ച പാഠം, അന്ത്യത്തിൽ മോനെ ശപിക്കേണ്ട വന്നു. കാരണം അമ്മ ആയ കാലത്ത് ആരെ സ്നേഹിച്ചില്ല? ഭാര്യയെ സ്നേഹിച്ചില്ല. ഇന്ന് രാത്രി കർത്താവ് എനിക്ക് കുറച്ചുകൂടെ സ്നേഹം തരാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.